ശശി തരൂരുമായിട്ട് എന്താ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹം നമ്മുടെ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇപ്പോൾ 2 ദിവസം ശശി തരൂർ ഇവിടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ SITയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. സ്വർണം എവിടെ? തൊണ്ടി മുതൽ എവിടെ? ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. വളരെ സുപ്രീം കോടതിയുടെ അഭിപ്രായം 100% ശരിയാണ്. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളെ വിഷമത്തിലാക്കിയ വേദനിപ്പിച്ച സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് കൂടുതൽ സ്വർണം പോകുന്നു, കൂടുതൽ സ്വർണം മോഷ്ടിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിത്വം ഇല്ലേ? ഇത് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ജയിലിൽ കിടക്കുന്നതെല്ലാം ആരാണ്? CPM നേതാക്കന്മാരല്ലേ? ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മട്ടിലല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? 10 വർഷം കേരളം ഭരിച്ചു, 3 തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ വെച്ചു. അവരാണ് ഇത് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റാതെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും മറ്റുള്ളവരും സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഇനിയും ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ച് ഇനിയും അന്വേഷണം ആവശ്യമാണ്. സ്വർണം എവിടെ പോയി? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സ്വർണം എവിടെ? തൊണ്ടി മുതൽ എവിടെ? ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു വിദേശത്ത് ജോലി ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ SITയുടെ മുമ്പിൽ ചെന്നത്. അതിൻ്റെ അന്വേഷണം എന്തായി ആർക്കും അറിയില്ല. ആ വിദേശ വ്യവസായി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇവിടെ വരെയായി. അപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തണം, ശക്തമാക്കണം. വൻ സ്രാവുകൾ രക്ഷപ്പെടാൻ സമ്മതിച്ചുകൂടാ. ഇവിടെ ഇപ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചം തീർക്കുകയാണ്. മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി. അവിടെ നിന്ന് 2 പേരെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ, പോലീസ് അസോസിയേഷൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, ഭാരവാഹികളായ ആളുകളെയാണ് SITയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ SITയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സത്യം മൂടി വെക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊന്നും സത്യം മൂടി വെക്കാൻ സാധ്യമല്ല. സാക്ഷാൽ അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, നാളെയും അനുഭവിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ശശി തരൂരുമായിട്ട് എന്താ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അദ്ദേഹം നമ്മുടെ MP ആണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇപ്പോൾ 2 ദിവസം ശശി തരൂർ ഇവിടെ ഈ ക്യാമ്പിൽ ഫുൾ ടൈം ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആണ്. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു 100% പാർട്ടിക്കാരനല്ലല്ലോ. മീൻസ് ഞങ്ങളൊക്കെ പോലൊരു പ്രവർത്തനം അല്ലല്ലോ അദ്ദേഹം മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസ് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഈ 2 ദിവസം അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെയുണ്ട്. എല്ലാ കാര്യത്തിലും പങ്കാളിയല്ലേ? മോദിയെ തുടർച്ചയായി അനുകൂലിക്കുന്ന നിലപാടെടുത്തു. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരെ അദ്ദേഹത്തോട് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തിരുത്തിയില്ല. ഏറ്റവും അവസാനം ഞാൻ അതിന്റെ വിശദാംശം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ പോലും അവരെ അനുകൂലിക്കുന്ന സമീപനമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിന്റെ MP ആണ് ഇവിടുത്തെ. അദ്ദേഹം ഞങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അതിവിടെ KPC പ്രസിഡന്റ് അനൗൺസ് ചെയ്യും. പ്രക്ഷോഭങ്ങളിലേക്ക് പോകും, ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേരളത്തിൽ ജനങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച ആ മുറിവേൽപ്പിച്ച സംഭവമാണ് ശബരിമല. അതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമായി UDF കോൺഗ്രസ് മുന്നോട്ട് പോകും. ഏതന്വേഷണം? അന്വേഷണം നടക്കേണ്ടത് ആരിതൊക്കെ കെയർ ചെയ്യുന്നു? എൻ്റെ പേരിൽ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ഒരു CBI എന്നെ തിരക്കി വന്നില്ല, ഒരു EDയും വന്നില്ല, ഒരു വിജിലൻസും വന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ ധാരാളം ഓലപ്പാമ്പുകൾ പേടിപ്പിക്കാൻ നോക്കും. അതൊക്കെ അന്വേഷിക്കട്ടെ. 5 വർഷം അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അതൊക്കെ ഇവിടെ KPCC ഇപ്പോൾ പ്രഖ്യാപിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.